നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ, അതായത് FIS, ബൈ ചെയ്തത് ഏകദേശം 5393 കോടി രൂപയാണ്. ഹ്യൂജ് ബൈങ് കാരണം ഇന്നലത്തെ ഡേ ലോയിൽ നിന്ന് ഏകദേശം ഒരു 600 പോയിന്റിൻ്റെ അടുത്ത് റാലിയാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയത്. സെൻസെക്സ് ആവട്ടെ ഏകദേശം ഒരു 1300 പോയിന്റിലധികം റാലി, അതും ഏഷ്യൻ മാർക്കറ്റിൻ്റെയോ യൂറോപ്യൻ മാർക്കറ്റിൻ്റെയോ ഈവൻ US ഫ്യൂച്ചറിൻ്റെ പോലും ഒന്നും തന്നെ സഹായമില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് റാലി ചെയ്ത അതേ സമയത്ത് യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു, US ഫ്യൂച്ചർ നെഗറ്റീവായിരുന്നു. അതിനുശേഷം ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ടൊക്കെ റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിലെ FISൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ കാണുന്നത്. ഒരു 3-4 മാസം ഒക്കെ മുമ്പ് എന്തൊക്കെ ചെയ്താലും FIS സെല്ല് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പോൾ എന്തൊക്കെ വന്നാലും FIS ബൈ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ നിഫ്റ്റി 25,000 മുകളിലും ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. ഇനി നമുക്ക് ഓൾ ടൈം ഹൈയിലേക്ക് ഏകദേശം ഒരു 1300 പോയിന്റാണ് ഉള്ളത്. ആന് പിടിച്ച് നിഫ്റ്റി ഒന്ന് റാലി രേഖപ്പെടുത്തിയ 2-3 ദിവസം കൊണ്ട് രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു പോയിന്റ് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച്. കാരണം ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചെന്ന് പറയുമ്പോൾ അത്ര അഗ്രസീവ് മൂവിങ് ആണ് നിഫ്റ്റിയിൽ ഉണ്ടാകുന്നത്. ഇതിനർത്ഥം നിഫ്റ്റി ഇന്ന് മുതൽ റാലി രേഖപ്പെടുത്തുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റിയൊക്കെ മുകളിലേക്ക് ഒരു ഇൻട്രാഡേ ലോയിൽ നിന്നൊക്കെ മൂവ് ചെയ്യുന്നത് അഗ്രസീവായിട്ടുള്ളൊരു മൂവിങ് ആണ്. കാരണം ബയേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ അവരുദ്ദേശിച്ച രീതിയിലൊക്കെ മാർക്കറ്റിനെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡിഫൻസ് സ്റ്റോക്കുകൾ കണ്ടിന്യൂ ബൈ നടത്തി. ഇന്നലെ സ്റ്റീൽ സെക്ടറും ഇന്നലെ ബൈ നടത്തിയിട്ടുണ്ട്. ഈ ഐഡിയ ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളും ഇന്നലെ അവർ AGR ഡ്യൂ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പുതിയൊരു പെറ്റീഷൻ സമർപ്പിച്ചു എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് കാണാം. ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കാം. ഏറ്റവും ടോപ്പിൽ നിന്ന് ആദ്യം ബിറ്റ്കോയിൻ്റെ റേഞ്ച് കാണുന്നുണ്ട്. ബ്രന്റ് ഓയിൽ 64, ഗോൾഡ് $10 ഇടിഞ്ഞു, ഓസ്ട്രേലിയ ഫ്ലാറ്റ്, ചൈന ഫ്ലാറ്റ്, കോസ്പി ഫ്ലാറ്റ്, ജപ്പാൻ മാർക്കറ്റ് ഇടിവ്, ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റ്, ഇന്ത്യ വിക്സ് 16. ഇന്നലെ പിന്നീട് നമ്മൾ കാണുന്നത് ജർമ്മൻ UK ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവായിരുന്നു. യൂറോപ്യൻ ഡോ ജോൺസ് പോസിറ്റീവിൽ അടച്ചു, നാസ്ഡാക്ക് നെഗറ്റീവായിരുന്നു. US വിക്സ് കാണാം. US വിക്സ് 15.92, അതായത് ഇന്ത്യൻ വിക്സിനേക്കാളും താഴ്ന്ന നിലയിൽ US വിക്സ് എത്തി നിൽക്കുന്നുണ്ട്. കാരണം USഉം ചൈനയും പ്രശ്നങ്ങളും തന്നെ എല്ലാം തന്നെ മാറ്റി. ഇന്നലെ ട്രംപ് അവകാശപ്പെടുന്നത് ഇന്ത്യ 0 താരിഫ് നയം എന്നുള്ള രീതിയിലൊക്കെയാണ്. 0 താരിഫ് നയം ആകുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് അത്ര നല്ല കാര്യമായിരിക്കില്ല. കാരണം ഇന്ത്യൻ കമ്പനികൾക്ക് അവർക്ക് ഉള്ളൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിലാണ് ഇതുവരെയുള്ള വിദേശ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഒരു താരിഫ് ഉണ്ടായിരുന്നത്. പൂർണ്ണമായിട്ടും മാറ്റപ്പെടുമ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് ഏത് രീതിയിൽ ബാധിക്കുമെന്നൊക്കെ കാത്തിരിക്കണം. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. JSW എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 16% ഉയർന്നു. ബജാജ് ഓട്ടോ കമ്പനി ഇവർ $125 മില്യൺ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫർദറായിട്ട് ഇവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ നെതർലാൻഡ് യൂണിറ്റിൽ. LIC ഹൗസിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 25% ഉയർന്നു. പതഞ്ജലി ഫുഡ്, ബാബ രാംദേവിൻ്റെ കമ്പനി 26% നെറ്റ് പ്രോഫിറ്റ്, 76% നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. RVNL കമ്പനിക്ക് 115 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഗോഡ്ഫ്രൈ ഫിലിപ്പ് കമ്പനി, ഇതൊരു സിഗരറ്റ് നിർമ്മാണ കമ്പനിയാണ്, 215 നിന്ന് 280 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. NCC കമ്പനി 239 നിന്ന് 250 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് 312 കോടി രൂപ ലോസിൽ നിന്ന് 180 കോടി രൂപ പ്രോഫിറ്റായി. ബികാജി ഫുഡ് കമ്പനി 116 നിന്ന് 49 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. അബോട്ട് ഇന്ത്യ കമ്പനി ഇവർ 287 കോടി രൂപയിൽ നിന്ന് 370 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. BB ഫിൻടെക് കമ്പനി 60 കോടി രൂപയിൽ നിന്ന് 170 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സിഗ്നേച്ചർ ഗ്ലോബൽ കമ്പനി 41 കോടി രൂപയിൽ നിന്ന് 61 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കീനസ് ടെക്നോളജി കമ്പനി 81 കോടി രൂപയിൽ നിന്ന് 116 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. BLS ഇന്റർനാഷണൽ കമ്പനി 80 കോടി രൂപയിൽ നിന്ന് 135 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. BLS ഇന്റർനാഷണൽ കമ്പനി വിസ സർവീസുകളെല്ലാം തന്നെ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ് ആയിട്ട് എത്താം. എല്ലാവർക്കും ശുഭ ദിനം വീഴും നേരുന്നു. താങ്ക് യു.